Hey y'all, how are you? So നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ടു മൂന്നാർ ആൻഡ് KSRTC ട്രിപ്പാണ്. സോ എന്താകും പ്ലാൻസ് ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ ഫാമിലി ലൈക്ക് ഞാൻ, അച്ഛൻ, അമ്മ, എൻ്റെ അനിയൻ, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോവാണ്. ഇറ്റ്സ് എ 2 days ട്രിപ്പ്. സോ ബാക്കിയൊക്കെ നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ്, അപ്പോൾ നമ്മൾ റെഡിയായി. നമ്മളെങ്ങോട്ട് പോകുന്നത്? KSRTC മൂന്നാർ വരെ ട്രിപ്പ് പോവാണ്. തിങ്കളാഴ്ച തിരിച്ചു വരൂ. യെസ്, നല്ലൊരു അനുഭവമായിരുന്നു. ഇതിന് മുന്നേ പോയിട്ട് KSRTC രണ്ടാമത്തെ ഇതാണ്. പോയി വന്നിട്ട് പറയാം. യെസ്. ഹലോ ഹലോ ഗൈസ്, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും റെഡിയായി, സാധനങ്ങളൊക്കെ കാറിൽ വെച്ചു. പോവല്ലമ്മേ? സോ ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന നമ്മളുടെ സ്വന്തം KSRTC ബസ്. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാ ആൾക്കാരും വന്ന് നേരെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയത്. സോ ഫുഡിൻ്റെ നമ്മളുടെ പാക്കേജ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ വാങ്ങി കഴിച്ചു. നാഷണൽ ഹോട്ടൽ വടകരയാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് നൈറ്റ് യാത്രയായിരുന്നു. യാത്ര ചെയ്ത് മോർണിംഗ് അടിമാലി എന്ന സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ അവിടെ ഹോൾട്ട് ചെയ്ത് റൂമൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി റൂമൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇന്നിനി എങ്ങോട്ടാണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തണുപ്പുണ്ടാവുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണുള്ളത്. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. തൊപ്പിയുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മളുടെ യാത്ര രാവിലെ തന്നെ തുടങ്ങി. ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെയുള്ള യാത്രക്കാരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്താക്ഷരി കളിച്ചും പാട്ടുപാടിയും എല്ലാവരും അവരവരുടെ കഴിവൊക്കെ തെളിയിച്ച് ഇങ്ങനെ ഒന്ന് ഓണായി ഒന്ന് കണക്റ്റായി വരുന്ന ടൈമായിരുന്നു. ആൻഡ് ഫസ്റ്റ് നമ്മളുടെ ലൊക്കേഷൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. നോക്കാമല്ലോ. ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നിട്ട് എല്ലാം മൂന്നാറിൽ സൂപ്പറാണ്, അടിപൊളി സ്ഥലം, നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പം കാണാമല്ലോ. എങ്ങനെയുണ്ടമ്മ? അടിപൊളി, നല്ല പൂന്തോട്ടം, നല്ല എല്ലാം മനസ്സിന് നല്ലൊരു കുളിർമയും ഒരു സന്തോഷമൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇന്നൊരു വല്ലാത്തൊരു കാലാവസ്ഥയും നല്ലൊരു ഇതാണല്ലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത. അത് എന്തൊരു പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ പൂക്കളൊക്കെ ഭയങ്കര ഒരു ഉണങ്ങിയ ഒരു കൊമ്പ് പോലും കാണാനില്ല. നല്ലൊരു ഫ്രഷ്നെസ് നല്ല ഇതായ പൂക്കളാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയും കൂടി ആയിരിക്കും. നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയം തന്നിട്ടുള്ള ഇവിടെ ചിലവഴിക്കാൻ. കണ്ട, ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ്, നമ്മളെ നാട്ടിലൊന്നും കാണാത്ത തരം അല്ലേ പൂക്കളാണ്. ഇത് ചെമ്പരത്തിയാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ ഫുൾ പൂക്കളോണ്ട് നിറഞ്ഞിട്ടുള്ള. അമ്മ ഫോട്ടോ എടുത്ത് തകർത്തിട്ടുണ്ട്. മറ്റേ മൂന്നാറിൽ തണുപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൈസ് നല്ല ചൂടാണ്, നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി വൈകുന്നേരം തണുക്കുമോ എന്നെനിക്കറിയില്ല. കുറേ ഫോട്ടോസിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. ചിക്കുവിന് സ്ഥലം ഇഷ്ടമായ? പീസ്ഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ, കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അവന് ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ നമ്മളുടെ ബസ്സിലേക്ക് പോയി. നമ്മളായിരുന്നു ആദ്യം വന്നത്. അപ്പം നമ്മളുടെ സ്വന്തം ഡ്രൈവർ കം കണ്ടക്ടറായ നമ്മൾ ബിജോയ് ഏട്ടൻ നമുക്ക് മൂന്നാറിലുള്ള ഓരോ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഉച്ചയാകുമ്പോഴേക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ അവരുടേതായ KSRTC പാക്കേജിൽ വരുന്ന ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് മരയൂർ അല്ലമ്മ. കാലാവസ്ഥ സൂപ്പറാണ്. അതായത് രാവിലെ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല കാറ്റൊക്കെ, തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ
കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ട്. അടിപൊളി ജീപ്പ് സഫാരി ആയിരുന്നു. നല്ലൊരു പാട്ടും വെച്ച് പിന്നെ ആ വരുന്ന വഴിയിലുള്ള കല്ലും പാറേൻ്റെ മുകളിലൊക്കെ കയറി ആ ഡ്രൈവറെ സമ്മതിക്കണം ഗൈസ്. ജീപ്പ് സഫാരി കഴിഞ്ഞ് ഏതോ ഒരു മലേൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഹലോ, അപ്പം നമ്മൾ മറയൂർ എന്ന സ്ഥലത്ത് ജീപ്പ് സഫാരി ചെയ്യാൻ വന്നിട്ടുള്ള ഗൈസ് ഒന്നും പറയാനില്ല. നാട്ടുകാരുടെ കൈയൊക്കെ ഉണ്ടാവും ചോറ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സീക്കാം. ജീപ്പ് പോയി വേണ്ട, അതൊക്കെ കുടുക്കി മറിച്ച് അവിടെ എത്തുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ? ജീപ്പിന്റെ അടിയിലെത്തും. വെക്കേഷൻ സീസൺ ആയിട്ട് നിറച്ചും ആൾക്കാരാണ്. സോ വി ആർ ബാക്ക് അഗെയിൻ. നമ്മൾ അടുത്ത നമ്മളുടെ ജീപ്പ് സഫാരി സ്പോട്ടിൽ വന്നിട്ടുള്ള വാട്ടർഫോൾ കാണുന്നുണ്ടോ? കാണാൻ അതല്ലേ രസം. ഇതാണ് ഗൈസ് വാട്ടർഫോൾ. പക്ഷെ ഏറ്റവും ഭംഗിയുള്ളത് ഇതാണ്. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം. പ്രകൃതി സൃഷ്ടിച്ച വികൃതികൾ അല്ലേ അച്ഛാ? വേണമെങ്കിൽ നമുക്ക് അവിടെയെല്ലാം പോയി നിൽക്കാം. പക്ഷെ തൽക്കാലം സമയത്തിന്റെ പരിമിതി കാരണം നമുക്ക് ആകെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും വന്നതാണ്. അവിടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഹലോ, വി ആർ ബാക്ക് അഗെയിൻ. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിയുടെ മൂന്നാമത്തെ ലൊക്കേഷനായ ഇറച്ചിപ്പാറ വാട്ടർഫോൾസ്. അങ്ങോട്ടൊന്ന് കാണിച്ചു, അങ്ങോട്ടല്ലടാ അങ്ങോട്ട്. കുറേ ആൾക്കാർ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട്, പക്ഷെ നമുക്ക് ടൈമില്ല. പിന്നെ അതുപോലെ നനഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളിങ്ങനെ കണ്ടാസ്വദിക്കുകയാണ്. ഏറ്റവും ഭംഗിയുള്ളത് അതാണ്. ബ്യൂട്ടിഫുൾ. നമ്മൾ മൈൻഡ് റിലാക്സ് ആവാനും പിന്നെ ഇപ്പോൾ കുറച്ച് വെയിലായി, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വാട്ടർഫോളിന് അങ്ങനെ നേരെ നമ്മൾ കാന്തല്ലൂർ ഫ്രൂട്ട് ഗാർഡനിലാണ് വന്നത്. ബട്ട് ഇവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും ചെടികളുണ്ടെങ്കിലും ചെടികളിലൊന്നും ഫ്രൂട്ട്സ് ഒന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ നമ്മൾ നേരെ നമ്മളുടെ അടുത്ത ലൊക്കേഷനായ ഭ്രമരം പോയിൻ്റ് എന്ന് പേര് വരാൻ കാരണം ഇവിടെ നിന്നാണ് ഭ്രമരം മൂവി ഷൂട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അവിടെ ട്രീ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു. മേ ബി അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. ട്രീ ഹൗസ് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്ന ടൈമും ഏകദേശം മൊത്തം ഇരുടായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ദാറ്റ് വാസ് എ ഗുഡ് പോയിന്റ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ശർക്കര ഫാക്ടറിയിലൊക്കെ പോയി. അവിടെ നിന്ന് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫോണൊക്കെ അപ്പോഴത്തേക്ക് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ തിരിച്ച് നമ്മളുടെ ബസ്സിൽ നമ്മളുടെ സ്വന്തം ആൾക്കാർ. യാത്രകൾ ഇന്നും മനോഹരമാണ്. പക്ഷേ ഇത് അറിയാത്ത ആൾക്കാരുടെ കൂടെ ആയപ്പോൾ ആദ്യം കുറച്ച് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആകുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ പിന്നെ രണ്ടാമത്തെ ദിവസമായി നമ്മളൊന്ന് പാട്ടൊക്കെ പാടി എല്ലാവരും പരിചയപ്പെട്ട് അറിഞ്ഞു വന്നപ്പോഴേക്കും യാത്ര അടിപൊളിയായി. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ജീവിതം ആസ്വദിക്കാനും യാത്രയെ സ്നേഹിക്കുന്നവരും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി.
അങ്ങനെ നേരെ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി വൈകുന്നേരം നമ്മളുടെ ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറോടുകൂടെ നമ്മളുടെ രണ്ടാമത്തെ ദിവസവും അടിപൊളിയായി ഹാപ്പിയായി തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.